നമസ്കാരം. നട്ടുച്ചയെ പോലും കൂരിരുട്ടിലാക്കുന്ന ഗ്രഹണം കണ്ടിട്ടുണ്ടോ? സമ്പൂർണ്ണ സൂര്യഗ്രഹണം. സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുന്ന ചന്ദ്രബിംബം സൂര്യബിംബത്തെ പൂർണ്ണമായി മൂടുമ്പോഴാണ് ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുക. ഈ സമയം പകൽ പോലും കൂരിരുട്ടിലാകുന്ന അവസ്ഥ. താപനില കുറയും, നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ദൃശ്യമാകും. അത്തരത്തിലൊരു അവസരമാണ് ഇനി വരാൻ പോകുന്നത്. ഗ്രഹണങ്ങളിൽ ഏറ്റവും മനോഹരമായ സമ്പൂർണ്ണ ഗ്രഹണം. വെറും ഗ്രഹണമല്ല, 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണമാണ് ഇനി വരാൻ പോകുന്നത്. ഈ നൂറ്റാണ്ടിൽ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം സംഭവിക്കാൻ പോകുന്നത് അടുത്ത വർഷമാണ്. ഈ സമയം ഭൂമിയാകെ ഇരുട്ട് പരക്കും, പക്ഷിമൃഗാദികൾ നിശബ്ദരാകും. ഈ സൂര്യഗ്രഹണം നടക്കാൻ പോകുന്നത് 2027 ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ആ ഒരു സമയത്തായിരിക്കും. അന്ന് യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ ഇത് വ്യക്തമായി കാണാൻ സാധിക്കും. സ്പെയിൻ, ജിബ്രാൾട്ടർ, മൊറോക്കോ, അൾജീരിയ, ട്യൂണീഷ്യ, ലിബിയ, ഈജിപ്ത്, സുഡാൻ, സൗദി അറേബ്യ, യമൻ, സൊമാലിയ എന്നീ രാജ്യങ്ങളിലാണ് നന്നായി സൂര്യഗ്രഹണം കാണാൻ സാധിക്കുക. 258 കിലോമീറ്റർ നീളമുള്ള സൂര്യന്റെ നിഴലാകും ഈ പ്രദേശത്തു കൂടി കടന്നു പോവുക. ഈജിപ്തിലെ ലക്സറിൽ 6 മിനിറ്റും 23 സെക്കൻഡും നീണ്ടു നിൽക്കുന്ന ഗ്രഹണം 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണങ്ങളിൽ ഒന്നാണ്. ഗ്രേറ്റ് നോർത്ത് ആഫ്രിക്കൻ എക്ലിപ്സ് എന്നാണ് ഈ സൂര്യഗ്രഹണം അറിയപ്പെടുന്നത്. ഇന്ത്യ ഗ്രഹണത്തിന്റെ പാതയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് ഇത് പൂർണ്ണ ഗ്രഹണമായി ദൃശ്യമാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 2027 ഗ്രഹണ സമയത്ത് ഭൂമി അഫിലിയനിൽ അഥവാ സൂര്യനിൽ നിന്നുള്ള ഏറ്റവും അകലെയുള്ള ബിന്ദുവിലും ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ബിന്ദുവായ പെരിജിയിൽ ആയിരിക്കും. ഈ സംയോജനം മൂലം ചന്ദ്രൻ പതിവിലും കൂടുതൽ സമയം സൂര്യനെ മറയ്ക്കും. ഇതാണ് ഗ്രഹണത്തിന്റെ ദൈർഘ്യം കൂട്ടുന്നത്. 2114 വരെ കരയിൽ നിന്ന് ദൃശ്യമാകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണമാണ് 2027 വരാനിരിക്കുന്നതെന്നാണ് space.com പറയുന്നത്. അതേസമയം ഇത് ഫെബ്രുവരി 17-നും സംഭവിക്കുമെന്ന് പലരും പറയുന്നുണ്ട്. സൂര്യനിലെ ബാഹ്യഭാഗം ഒരു വലയമായി ഭംഗിയിൽ കാണാൻ സാധിക്കും. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ നട്ടുച്ചയ്ക്ക് പോലും ഇരുട്ട് പരക്കുന്ന ആ ഒരു നിമിഷം സത്യമാണോ എന്നാണ് പലരെങ്കിലും ചിന്തിക്കുന്നത്. സൂര്യന്റെ രശ്മികൾ കുറച്ചു നേരം വരാതാകുന്നതോടെ അന്തരീക്ഷ താപനില കുറച്ചു കുറയും. ഈ സമയം സൂര്യന്റെ വാതകം നിറഞ്ഞ പുറംഭാഗമായ കൊറോണ ഭംഗിയായി കാണാൻ സാധിക്കും. ഇതിനു മുൻപ് ഇത്രയധികം സമയം നീണ്ടുനിന്ന സൂര്യഗ്രഹണം ഈ നൂറ്റാണ്ടിൽ സംഭവിച്ചത് പസഫിക്, ഏഷ്യ ഭാഗങ്ങളിൽ കണ്ട ഗ്രഹണമാണ്. അടുത്ത വർഷം നടക്കാൻ പോകുന്ന സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ ഭൂമിയോട് അല്പം കൂടി അടുത്തു നിൽക്കും. എന്തായാലും ഇത് കാണാനുള്ള ആകാംക്ഷയിലാണ് ജനം.